ഷുഗർ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണോ നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവുന്നത്? പലപ്പോഴും ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നൊരു ഡയഗ്നോസിസ് വരുമ്പോൾ ഞാനതിനധികം മധുരം കഴിക്കാറില്ലല്ലോ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ആൾക്കാരും കുറവല്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അത്ര എളുപ്പം പറയാൻ പറ്റില്ല. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ധാരാളം ഷുഗർ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഡയബറ്റിസ് ഉണ്ടാവുക. പക്ഷേ നമ്മളുടെ ഭക്ഷണത്തിൽ പ്രോസസ്ഡ് ഷുഗേഴ്സ് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ലിവറിൽ ചെന്ന് ഡെപ്പോസിറ്റഡ് ആവുകയും ഫാറ്റി ലിവർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഷുഗർ കൂടുതൽ കഴിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടോട്ടൽ കാലറിയുടെ അളവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, എത്രത്തോളം എക്സസൈസ് ചെയ്യണോ, എത്രത്തോളം ഉറങ്ങണോ, സ്ട്രെസ് ഉണ്ട്, ഇതും അതുപോലെ ജനറ്റിക്സും, ഇതെല്ലാം തന്നെ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ടോ, വരാൻ റിസ്ക് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ ഡോക്ടർ ജിഷ വി. ഡയബറ്റിസ് വരാനുള്ള കാരണങ്ങളെ പറ്റിയും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഷുഗേഴ്സും ഒരേപോലെ ഡേഞ്ചറസ് അല്ല. പ്രോസസ്ഡ് ഷുഗേഴ്സ്, അതായത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഷുഗറുകളാണ് പലപ്പോഴും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് വരിക. അത് നമ്മൾ ചായയിലിടുന്ന പഞ്ചസാര ആവട്ടെ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവട്ടെ, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്ക് ആവട്ടെ, ഇതിലൊക്കെയും ഉള്ളത് പ്രോസസ്ഡ് ഷുഗേഴ്സ് ആണ്. ഇത് കൂടുതൽ കഴിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. WHO പറയുന്നത് ഒരാൾ ഒരു ദിവസം 6 സ്പൂൺ ആഡഡ് ഷുഗറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ 6 സ്പൂൺ പഞ്ചസാര ചായയിൽ ഇടാൻ പാടില്ല എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അത് നിങ്ങളുടെ ഭക്ഷണങ്ങളുടെ ലേബൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല പാക്കേജ്ഡ് ഫുഡുകൾക്കും ആഡഡ് ഷുഗേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി 6 ഗ്രാമിൽ കൂടുതൽ ആവാം, 6 സ്പൂണിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ധാരാളം നാച്ചുറൽ ഷുഗേഴ്സ് കഴിച്ചുകൊണ്ട് നമുക്ക് മധുരം കഴിച്ചുകൊണ്ട് തന്നെ ഷുഗറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏർലി ഡിറ്റക്ഷനാണ്. പലപ്പോഴും ഒരാൾ ഡയബറ്റീസ് ആണ് എന്നുള്ള ഒരു ലാബ് റിപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും വർഷങ്ങളായിട്ട് അയാളുടെ ബ്ലഡിലെ ഷുഗർ വേണ്ടതിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടുണ്ടായ ഡാമേജസ് ചിലപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. പക്ഷെ നമ്മൾ സമയാസമയത്തുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സ്റ്റേജിൽ തന്നെ, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ഉള്ള സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് തക്കതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും ഡയറ്റും ഒക്കെ കൊണ്ട് ഇത് റിവേഴ്സ് ചെയ്ത് ഡയബറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെറുതെ ബ്ലഡിലെ റാൻഡം ഷുഗറോ ഫാസ്റ്റിങ്ങോ മാത്രമാണ് പലപ്പോഴും ആൾക്കാർ നോക്കുക. അതിന് പകരം നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കി ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസിനെ നേരത്തെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയബറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആഡഡ് ഷുഗേഴ്സ് കഴിയുന്നതും ലിമിറ്റ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡുകളും വളരെ കുറച്ച് മാത്രം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡിൻ്റെ ലേബൽ എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ധാരാളം എക്സസൈസ് ചെയ്യുക, ധാരാളം ഫൈബറും പ്രോട്ടീനും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നിങ്ങൾക്ക് ജനറ്റിക് റിസ്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ട് തന്നെ ബ്ലഡ് ഷുഗറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ച് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക.